Hi everyone, I am Mary. Welcome back to my channel. Hope you are all fine by the grace of God. ഇന്ന് നമുക്കൊരു പിങ്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ? ആരാണ് ഒരു വെറൈറ്റി ആഗ്രഹിക്കാത്തല്ലേ? അപ്പോൾ ഇന്ന് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബീട്രൂട്ട് ആണ്. അതുകൊണ്ടാണല്ലോ നമുക്ക് പിങ്ക് കളർ കിട്ടുന്നത്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുവാനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. നമ്മളിവിടെ 2 കപ്സ് റൈസ് ഫ്ലോർ, തേങ്ങാപ്പീര 1 കപ്പ്, പിന്നെ ബീട്രൂട്ട്, പിന്നെ ഒരു ശകലം പാല് വേണമെങ്കിൽ യൂസ് ചെയ്യാം, പഞ്ചസാര, ഏലക്ക, ജീരകം, ഉപ്പ്, ഇത്രയാണ് വേണ്ടത്. ആദ്യം നമുക്ക് ഈ ജീരകവും ഏലക്കയും കൂടെ ഒന്ന് പൊടിച്ചു വെക്കാം. പിന്നെ ബീട്രൂട്ട് ഒന്ന് ജ്യൂസ് ആക്കി എടുക്കണം. ആദ്യം നമുക്ക് തേങ്ങാപ്പീരയിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. 1 കപ്പ് തേങ്ങാപ്പീരയ്ക്ക് 1/2 കപ്പ് ഷുഗർ ആണ് ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കയും ജീരകവും ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ ഒരു കടായി എടുത്തിട്ട് നമ്മൾ അടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ബീട്രൂട്ട് ജ്യൂസ് അതിലേക്ക് അരിച്ചൊഴിക്കാം. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ 1 സ്പൂൺ മിൽക്ക് ലൈറ്റ് കളർ ഇഷ്ടമാണെങ്കിൽ ആഡ് ചെയ്യാം, പക്ഷെ ആഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ കളർ ആകെ ലൈറ്റായിട്ട് പോകുന്നതായിരിക്കും. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഇപ്പം നന്നായിട്ട് ബോയിലായിട്ടുണ്ടല്ലോ, അതിലേക്ക് നമുക്ക് 2 കപ്പ് റൈസ് ഫ്ലോർ ആഡ് ചെയ്ത് ഇളക്കി കൊടുക്കാം. കുറച്ചും കൂടെ ഫ്ലോർ ആവശ്യമുണ്ട്, അതും കൂടെ ഇട്ട് ഇളക്കി കൊടുത്ത് കൈ കൊണ്ട് ഒന്ന് നന്നായിട്ട് കുഴച്ച് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡൗ ആക്കി നമുക്ക് എടുക്കാം. ഇപ്പം ഇതൊരു നല്ല സ്മൂത്ത് ഡൗ ആയിട്ടുണ്ട്. ഇത് വെച്ച് നമ്മൾ ഇടിയപ്പവും കൊഴുക്കട്ടയും രണ്ടും ഉണ്ടാക്കാനായിട്ടാണ് പോകുന്നത്. ആദ്യം നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാം. സേവാനാഴിയിൽ മാവെടുത്തിട്ട് ഇഡലി തട്ടിലേക്ക് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കി കൊടുക്കാം. ഇഡലി തട്ടിൽ ആദ്യം നമുക്ക് കുറച്ച് തേങ്ങയും ജീരകം ഏലക്ക മിക്സ്ചർ ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇടിയപ്പങ്ങൾ ഉണ്ടാക്കിയിടും. അപ്പം നമ്മുടെ എല്ലാ ഇടിയപ്പവും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി മാവ് വെച്ച് നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാം. ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിൽ മാവെടുത്ത് അതൊന്ന് കൈ കൊണ്ടൊന്ന് പരത്തി കൊടുക്കുക. അതിലേക്ക് തേങ്ങാ മിക്സ്ചർ വെക്കുക. എല്ലാ സൈഡും ഒരുമിച്ച് കൂട്ടി യോജിപ്പിച്ച് വിള്ളലൊന്നും ഇല്ലാതെ നമ്മുടെ കൊഴുക്കട്ട റെഡിയാക്കാം. അങ്ങനെ ബാക്കി മാവ് വെച്ച് നമുക്ക് എത്ര കൊഴുക്കട്ട കിട്ടുമോ അത് ഉണ്ടാക്കി ഇഡലി തട്ടിൽ തന്നെ വെക്കാം. ഇഡലി പാത്രത്തിൽ വെള്ളം ചൂടാകുമ്പോൾ നമ്മുടെ ഇടിയപ്പവും പിന്നെ നമ്മുടെ കൊഴുക്കട്ടയും രണ്ടും വെച്ച് കുറഞ്ഞത് 15 മിനിറ്റ് എങ്കിലും സ്റ്റീം ചെയ്ത് എടുക്കണം. 15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ പിങ്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇന്ന് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. Thank you for watching this video. Stay home, stay safe. May God bless you all.